ഇന്ന് വൈകിട്ട് പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് മാക്രോണി വെച്ചൊരു ഡിഷ് ഉണ്ടാക്കിയാലോ. മാക്രോണി ഇവിടെ വല്ലപ്പോഴൊക്കെ വാങ്ങാറുള്ളൂ. എൻ്റെ മോനിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും അവർ വൈകിട്ട് വിശന്നിട്ടൊക്കെ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് എൻ്റെ മാത്രം ഒരു റെസിപ്പിയാണ്. പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം ഞാൻ ആദ്യം കുറച്ച് മാക്രോണി എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് ഓയിലും കൂടി ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അതും കൂടി ഇട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ മാക്രോണിയൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനത് ഒരു അരിപ്പയിലേക്ക് കോരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതൊന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാളയാണ്. നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇത് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഞാൻ അധികം വെജിറ്റബിൾസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്കൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് നല്ലോണം ഒരു പേസ്റ്റ് പോലെ ആവണം. അപ്പോൾ ഞാൻ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയൊക്കെ ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം ഇവർക്ക് എരിവ് അത്ര വലിയ ഇഷ്ടമല്ല. എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പൊടികൾ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി ഒന്ന് അരച്ചെടുത്താണ് ചേർത്തത്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറിക്കിടുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതൊന്ന് വറ്റി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, ഏകദേശം ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആ കുക്ക് ചെയ്ത് വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിൻ്റെ മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കണ്ടില്ലേ, നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ.